നമസ്കാരം. തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് തഞ്ചാവൂർ ട്രിച്ചി വഴി മധുരയിലേക്കൊരു യാത്ര പോവുകയാണ്. സമയം ഇപ്പോൾ കറക്റ്റ് 6:50 7 മണിക്ക് ഇവിടുന്ന് ട്രിച്ചിയിലേക്കൊരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. പക്ഷേ അത് കിട്ടുമോയെന്നറിയില്ല. കാരണം നമുക്കിനിപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് അത് പോയാലോ. അതെ, കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ബസ്സിന് പോകാന്ന് ഒരു പ്ലാൻ ഉണ്ടായത്. ഇപ്പൊ ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് രാവിലെ ഒരു ട്രെയിൻ പോകുന്ന അപ്ഡേറ്റ് കണ്ടു. എന്നാ പിന്നെ ട്രെയിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ട്രെയിൻ തന്നെ പോകാം. കാരണം എപ്പോഴും ഞങ്ങൾ പോകുന്ന ട്രെയിനിൽ തന്നെയാണ്. അപ്പൊ നേരെ പോകുന്നത് തിരുച്ചിറപ്പള്ളിയിലേക്കല്ല, തഞ്ചാവൂരിലേക്കാണ് പോകുന്നത്. കാരണം തഞ്ചാവൂർ എത്തിയ ശേഷം അവിടുത്തെ കാഴ്ച കാണണം, നേരെ തിരുച്ചിറപ്പള്ളി പോകണം, അവിടുത്തെ കാഴ്ച കാണണം, എന്നിട്ട് മാത്രമേ നമ്മൾ മധുരയിലേക്ക് പോകുന്നുള്ളൂ. അതെ, ഇപ്പം നമ്മൾ ഈ ഒരു ചർച്ചിൻ്റെ മുന്നിലാണുള്ളത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 500 മീറ്റർ നമുക്ക് നടന്നിട്ട് പോകാനുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. വേളാങ്കണ്ണിയിലുള്ള വലിയൊരു ജീസസിൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ ഒരു വഴി തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളത്. അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് കരുതി. കേരള റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഈ വഴിയാണ് റെയിൽവേ സ്റ്റേഷൻ. ഹോട്ടൽ അച്ചായൻസ്. 2 മിനിറ്റും കൂടി ഉള്ളൂ ട്രെയിൻ പുറപ്പെടാൻ വേണ്ടി. കിട്ടി. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനില്ല കേട്ടോ. എല്ലാവരും ഓടുന്നുണ്ടല്ലോ, ഡബിളും കൂടെ ഓടുന്നു. സ്റ്റേഷൻ എത്തി. ഇത് അങ്ങ് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അതാ ട്രെയിൻ. 7 മണിക്ക് വണ്ടി എടുത്തിട്ടാ. 2 മിനിറ്റ് ഡിലേ ആയിട്ടാണ് എടുത്തത്. ഓടി മടുത്ത്. പെട്ടെന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഒരു ഭാഗത്തും ആരും തന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു, പെട്ടെന്ന് വണ്ടിയും കിട്ടി. അടിപൊളി. എറണാകുളത്തുനിന്ന് വേളാങ്കണ്ണിയിലേക്ക് വരുന്ന വണ്ടിയാണിത്. എറണാകുളം വേളാങ്കണ്ണി ബൈ വീക്ക്ലി എക്സ്പ്രസ്. ഇവിടെ ഈ ഒരു ബോർഡിലൊന്നും എഴുത്തില്ല. ചെറിയ രീതിയിൽ നമുക്ക് കാണാം വേളാങ്കണ്ണിയിൽ നിന്ന്. വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് പോകുമ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും. ഈ മുൻഭാഗത്തേക്ക് കാണുന്നത് മുഴുവനും ഉപ്പുപാടങ്ങളാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ട്രെയിൻ വഴി പോകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക. ഒരുപാടുണ്ട്. ഇത് അങ്ങ് വ്യാപിച്ച് കിടക്കുന്നു. ഇപ്പം സമയം ഒരു 7:10 ആയതേ ഉള്ളൂ. ഇവിടെ ഒരു 10 മണിക്ക് ശേഷം നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. വെയിലിൻ്റെ കാടിന് അത്രത്തോളമാണ് ഈ ഒരു തമിഴ്നാട്, ഈ ഒരു വേളാങ്കണ്ണി ഭാഗത്തെല്ലാം. ബോട്ടൊക്കെ ഉണ്ട്. ഏകദേശം നാഗപട്ടണം എത്താനായി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം കാഴ്ച തന്നെയാണ്. ഇതൊക്കെ അതിൻ്റെ ഓരോരോ സാമഗ്രികളാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് ഈ ഒരു റൂട്ട് വഴിയാണ്. തഞ്ചാവൂർ ലൈൻ വരുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ പോയിട്ട് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വണ്ടി വരിക. നാഗപട്ടണം ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ നാഗപട്ടണത്തേക്ക് ഇതാത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് 7:20 വണ്ടി എടുക്കുള്ളൂ. ഒരുപാട് സമയമുണ്ട്. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലത്തെ റിട്ടയർ റൂമാണ് ഈ കാണുന്നത്. ഇപ്പം അത് നേരെ കാരക്കല് ഭാഗത്തേക്ക്, നേരെ തഞ്ചാവൂർ ഈ ഒരു ഭാഗത്തേക്കാണ്. ഇനിയിപ്പോൾ ആ ഒരു സൈഡിലോട്ടാണ് വണ്ടി പോകുന്നത്. ഫോൺ അടിച്ചു. അപ്പോൾ നാഗപട്ടണത്ത് നിന്ന് നമ്മളെ വണ്ടി എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് ഒന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക്
വേളാങ്കണ്ണിന്ന് തഞ്ചാവൂർ വരെ ഈ ഒരു DMUവിന് വരുന്ന ചാർജ് 25 രൂപയാണ്. സാധാരണ എക്സ്പ്രസിന്റെ ഫെയർ അല്ലല്ലോ, ഇതിൽ കുറവാണ്. 2 പേർക്കും കൂടി 50 രൂപയായി. ഈ പറഞ്ഞ ഈ നാഗപട്ടണത്ത് ലോക്കൽ റിവേഴ്സ് ഉണ്ട്, സാധാരണ മറ്റു ട്രെയിനൊക്കെയാണ്. നമ്മുടെ എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണി വരുമ്പോൾ നിങ്ങൾ വീട് കണ്ടോ, ഈ DMUവിന് പിന്നെ അതിന്റെ പരിപാടിയൊന്നും ആവശ്യമില്ലല്ലോ. കുറച്ച് നേരം 5 മിനിറ്റ് ഏതായാലും സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ തഞ്ചാവൂർ എത്തുന്നവരെ എല്ലാ സ്ഥലത്തും നിർത്തി പോവുള്ളൂ. കുഴപ്പമില്ല, ചെറിയ പൈസയല്ലേ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ കീഴ്വെളൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഈ ട്രെയിനിൻ്റെ വിൻഡോയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇതെങ്ങനെ തുറക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പിടിച്ച് വലിക്കേ വേണ്ടു. അതുപോലെ തന്നെ മുകളിലോട്ട് ആക്കുമ്പോൾ അതുപോലെ തന്നെയാണ്, വേറെ എവിടെ ഇതിൻ്റെ ഇതിടാനൊന്നുമില്ല. പിന്നെ അധികം വലിയ മഴയൊക്കെ വരുവാണെങ്കിൽ ഈ സാധനമൊക്കെ ഇവിടെ ലോക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെയാണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഇത് അടുത്തൊരു സ്റ്റേഷനാണ്, പുത്തൂർ എന്ന് പറയും. ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. സമയം കറക്റ്റ് 8 മണി. തിരുവാരൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നല്ല ആൾക്കാരുണ്ട് ഈ ഒരു സ്റ്റേഷനിൽ കയറാൻ വേണ്ടി. ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ സ്റ്റേഷൻ ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന നാഗപട്ടണം റൂട്ട്, അതുപോലെ തന്നെ പോകുന്ന നെടുമംഗലം തഞ്ചാവൂർ റൂട്ട്, മറ്റൊരു റൂട്ട് പറഞ്ഞാൽ മയിലാട് എന്ന് പറയുന്നത് പോകുന്നുണ്ട്, പിന്നെ ഒരു റൂട്ട് കാരക്കുടി. നല്ല തിരക്കല്ലേ ഇവിടുന്ന്? നല്ല തിരക്ക് തന്നെയായി. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച. മുഴുവനും കൃഷിപ്പാടങ്ങളാണ്, നെൽകൃഷിയാണ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗങ്ങളിൽ. ഏക്കർ കണക്കിന് തന്നെ ഈ ഒരു കൃഷിയുണ്ട്. ട്രെയിനിപ്പം നെടുമംഗലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേഷൻ്റെ പകുതിക്ക് വെച്ച് ഒരു ലെവൽ ക്രോസിംഗ് ഉണ്ട്. ഇതേപോലെ നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കോട്ടിക്കുളം, അങ്കമാലി, അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ട്. ഇത് പൂങ്കുന്നത്തും ഉണ്ട്, നമ്മുടെ തൃശ്ശൂരിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്റ്റേഷൻ. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് മന്നാർകുടിയിലേക്കൊരു ലൈൻ പോകുന്നുണ്ട്. ഇവിടുന്ന് 13 കിലോമീറ്ററാണ് ഉള്ളത്. മയിലാടുതുറൈ മന്നാർകുടി എക്സ്പ്രസ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ലയാണ് തഞ്ചാവൂർ. ഏകദേശം നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് എത്താനായി. തഞ്ചാവൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. വേളാങ്കണ്ണിയിൽ നിന്നും 87 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണിപ്പോൾ തഞ്ചാവൂരിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 9:43 ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഇതിനിപ്പോൾ നേരെ ട്രിച്ചിലോട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയും റെനോവേഷൻ ആണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ പല ഭാഗവും പൊളിച്ച് മാറ്റി പുതിയ അടിപൊളി സെറ്റപ്പ് റെയിൽവേ സ്റ്റേഷൻ ആക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങുവാണ്. കാരണം തഞ്ചാവൂരിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, തഞ്ചാവൂർ പെരിയ കോവിൽ. അതായത് ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയും. ഇവിടുന്ന് വാക്കിന്റെ ഡിസ്റ്റൻസ് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞാനും അതിന് ഒരുപാട് തവണ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ വന്നൊരു റൂട്ട് ഉണ്ടല്ലോ, കാരിക്കൽ തഞ്ചാവൂർ റൂട്ട്. ഈ റൂട്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ 3 പ്രധാനപ്പെട്ട മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള സ്ഥലം തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത വേളാങ്കണ്ണി എന്ന് പറയുന്നത് ക്രിസ്തീയ മതവിശ്വാസികളുടെ ഒരു മെയിൻ തീർത്ഥാടന കേന്ദ്രമാണ്. അതിന് കുറച്ച് ഈ പറഞ്ഞ നാഗപട്ടണത്തിന് അപ്പുറത്താണ് 10 കിലോമീറ്റർ മാറിയിട്ടാണ് നാഗൂർ. അവിടെയാണ് നാഗൂർ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന തഞ്ചാവൂർ ബിഗ് ടെമ്പിളൊക്കെ എന്താ പറയുക, ഹിന്ദു മതവിശ്വാസികളിലാണെന്നുള്ള ഈ ക്ഷേത്രങ്ങൾ പറയുന്നത്. തീർച്ചയായും. അപ്പം ഇതൊക്കെ ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ തൊട്ട് മുന്നിലേക്കൂടെ തന്നെയാണ് പ്രധാനപ്പെട്ട റോഡ് പോകുന്നത്. ഇവിടെ തന്നെ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ കാണുന്നുണ്ട്. വെച്ചാൽ സ്വീറ്റ്സ് അല്ലല്ല, എവിടെ നിന്നും കിട്ടൂല. കുറച്ചുകൂടെ ആ ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം. കോഫി അവിടെ കോഫി മാത്രമല്ലേ ഉണ്ടാവുമല്ലോ, പോയി നോക്കാം.
നമ്മൾ നേരത്തെ പോയ ആ ഒരു കടയിൽ കോഫി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ പോകുന്ന വഴിക്കാൻ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. മാലകളാണ് ഇതൊക്കെ. തഞ്ചാവൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. ഈ തഞ്ചാവൂർ ഭാഗത്തിലെ പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. നല്ല ലുക്കാണ് എല്ലാ വണ്ടിക്കും. ഹോണൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹോണാണ്, പല വെറൈറ്റി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബിഗ് ടെമ്പിളിലേക്ക് കറക്റ്റ് 1.5 കിലോമീറ്റർ ആണ്. നമുക്ക് പണ്ടൊക്കെ ഞങ്ങൾ രണ്ടുപേര് വന്ന സമയത്ത് ഇതുവഴിയാണ് നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ അത് ക്ലോസ് ചെയ്തു. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, ആ ഒരു വഴി കട്ട് ചെയ്തു. കാരണം നല്ലൊരു വഴിയാണ്. ഈ ഒരു ഇതിൻ്റെ തീരത്തേക്കൂടെ നടന്നു പോകാൻ നല്ലൊരു ഭംഗിയാണ്. പണ്ടൊക്കെ എത്ര രീതിയിൽ നടന്നു പോയിട്ടുണ്ടല്ലേ. ഇത് നേരെ എത്തുന്നത് നമ്മുടെ ബിഗ് ടെമ്പിളിന്റെ മുന്നിൽ തന്നെയാണ്. ഇനിയിപ്പം ഇതുവഴി പോകാൻ പറ്റുമല്ലോ, ഇതുവഴി തന്നെ പോവാം. ഇതുവഴി കുറച്ച് കറങ്ങിയിട്ട് വേണം പോവാൻ. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ നമുക്ക് ഇടത് ഭാഗത്തേക്കാണ്. തഞ്ചാവൂർ പാലസൊക്കെ നേരെയാണ്. വെയിലിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരികയാണ്. ഈ വഴി നടക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ. കാരണം ഈ ഒരു മരത്തണലുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ ഒരു വഴിയാണ് നടന്നു വന്നത്. ഇവിടെ തന്നെ ഒരു ബോർഡൊക്കെ ഉണ്ട്, ബിഗ് ടെമ്പിൾ വെഹിക്കിൾ പാർക്കിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്കും പോകേണ്ട വഴി ഇത് തന്നെയാണ്. തൊട്ട് ഈ ഒരു ഭാഗത്ത് കാണുന്നത് തന്നെയാണ് നമ്മുടെ ക്ഷേത്രം. ഇവിടെയാണ് ആ ഒരു പാർക്കിംഗ് ഒക്കെ വരുന്നത്. പിന്നെ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ഇവിടെയാണ് ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കവാടാണ്. ഇവിടെയാണ് ആ ക്ഷേത്രം വരുന്നത്. ഇതുവഴി അകത്തോട്ട് കയറാം. നമ്മ തഞ്ചാവൂർ എന്ന ഒരു സെൽഫി പോയിൻ്റൊക്കെ ഇവിടെ ഉണ്ട്. രാത്രിയാകുമ്പോൾ മിക്കവാറും ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനത്തെ ഒരു വലിയൊരു ക്ഷേത്രത്തിൻ്റെ മതിലൊക്കെ ഉണ്ട്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു മതിലാണിത്. അതുപോലെ തന്നെ ഇവിടെയും കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി. ഈ ഒരു കവാടം കടന്നിട്ട് വേണം നമുക്കതിൻ്റെ അകത്തോട്ട് കയറാൻ. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ക്ലോക്ക് റൂമിലേക്ക് പോവാം. ബാഗൊക്കെ വെക്കണമല്ലോ. ഒരുപാട് കൊത്തുപണികളുണ്ട്. മൂന്ന് ഗോപുരങ്ങൾ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ അകത്തോട്ട് എത്താൻ വേണ്ടി. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാഗൊന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല. ഇവിടെയാണ് ക്ലോക്ക് റൂം വരുന്നത്. നമ്മുടെ ചെരുപ്പും ബാഗും ഇവിടെ ആക്കാം. ഞങ്ങൾ ക്ലോക്ക് റൂമിൽ 2 ബാഗും അതുപോലെ നമ്മുടെ ചെരുപ്പ് അവിടെ വെച്ച് ടോട്ടൽ 50 രൂപയായി. അതായത് ഒരു ബാഗ് വെക്കാൻ 20 രൂപയാണ്. 20, 20, 40, പിന്നെ ചെരുപ്പിന് 5 രൂപയും. അങ്ങനെ 10 ടോട്ടൽ 50. ഇനിയിപ്പോൾ ഇതുവഴിയാണ് അകത്തേക്ക് കയറേണ്ടത്. ഈ ഒരു വഴിയാണ് നമ്മളിപ്പോൾ കയറിയിട്ട് വന്നത്. ഇതിൻ്റെ അകത്ത് കയറി മെയിൻ ഭാഗം വരുന്നത് ക്ഷേത്രത്തിൻ്റെ ഇവിടെയാണ്. ബിഗ് ടെമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ ശിവ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഈ ഒരു ചുറ്റുപാട് മുഴുവനും നടന്നിട്ട് കാണാം. ഏത് വഴി വേണമെങ്കിലും നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും കേട്ടോ. എവിടെ വേണമെങ്കിലും പോയി ഇരിക്കുകയും ചെയ്യാം. കാരണം എല്ലാ ഭാഗത്തും നല്ല സൈലൻ്റാണ്. ഉച്ച സമയത്തൊക്കെ ഈ ഒരു കല്ലിൻ്റെ ഇതിലൂടെ നടക്കുമ്പം നല്ല ചൂടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ മാറ്റ് ഇട്ടിട്ടുണ്ട്, അതുവഴി നടന്നിട്ട് പോവാം. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. പക്ഷേ എന്നാലും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ഇങ്ങീ കയറി വരുന്ന ഇവിടെ തന്നെയുള്ളത് നന്ദി പശുവാണ്. അതിൻ്റെ ഒരു പ്രതിമ അങ്ങ് അവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗവും. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങ് അവിടെ ഒരുപാട് തൂണുകൾ കാണുന്നില്ലേ? ആ തൂണുകളിലും ഓരോരോ കൊത്തുപണികളുണ്ട്.
തഞ്ചാവൂരിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ അഥവാ പെരിയ കോവിൽ. ഇത് മറ്റ് 2 പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ബൃഹദീശ്വര ടെമ്പിൾ അതുപോലെ തന്നെ രാജരാജേശ്വരം ക്ഷേത്രം. ഈ നമ്മുടെ ചോള രാജാക്കന്മാരാണ് ഈ പണി കഴിപ്പിച്ചത്. നമ്മുടെ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ചോള രാജാവായ രാജരാജ ചോഴൻ ഒന്നാമനാണ്. ശരിക്കുണ്ടല്ലോ, നമുക്ക് ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലെ തന്നെ കൊത്തുപണികളിലും അതിൽ തന്നെ നമുക്കിതിൻ്റെ വാസ്തുവിദ്യ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഉണ്ട്. ഇതുവഴിയൊക്കെ നടന്നു പോകാൻ പ്രത്യേകത ഒരു ഫീല് തന്നെയാണ്. ഇവിടെ ഒരു ഗണപതിൻ്റെ ഇതും കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് മുഴുവൻ ശിവലിംഗങ്ങളാണ്, ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ വലിയ ശിവലിംഗമാണ് ഉള്ളത്. അതുപോലെ തന്നെ നന്ദിയുടെ ഒരു പ്രതിമ കൂടിയുണ്ട് ഇവിടെ. ഞങ്ങളിനിപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പുറകു ഭാഗത്തുനിന്ന് ഇനിയിപ്പോൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഒരു നന്ദിയുടെ ഒരു സ്റ്റാച്ചു കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടത്തോട്ട് ഇനിയിപ്പോൾ പോവുകയാണ്. ഈ ഒരു വഴി തന്നെ നമുക്ക് ഇറങ്ങി അവിടത്തോട്ട് പോവാം. ഈ ക്ഷേത്രത്തിൻ്റെ 4 വശത്തേക്കൂടെ നമ്മൾ പോവുകയാണെങ്കിലും മെയിനായിട്ട് കാണുന്നത് ഇതിൻ്റെ കൊത്തുപണികളാണ്. അങ്ങ് മുകൾ ഭാഗം വരെയുണ്ടത്. നല്ല രസമാണ് അതൊക്കെ കണ്ടുകൊണ്ട് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ യുനെസ്കോൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു ചരിത്രപരമായ സ്ഥലമാണ് തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ. ഈ ഒരു നന്ദി പ്രതിമയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരൊറ്റ ഗ്രാനൈറ്റ് പാറയിൽ കൊത്തിയെടുത്ത ഒരു പ്രതിമയാണ് ഈ ഒരു നന്ദിയുടേത്. ഇനിയിപ്പോൾ നമുക്ക് ഇതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങാം. ക്ലോക്ക് റൂമിൽ വെച്ച ബാഗും നമ്മുടെ ആ ചെരുപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് കണ്ട ബിഗ് ടെമ്പിൾ, അതുപോലെ തന്നെ തഞ്ചാവൂർ, കുംഭകോണം, ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ചോള സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതിന് പുറമെ തന്നെ നമുക്ക് ആ ഒരു ബസ് സ്റ്റാൻഡ് വഴിയൊക്കെ പോവാം. നേരത്തെ വന്ന അതേ വഴി തന്നെയാണ് പോകേണ്ടത്. ഇത് വിജയിൻ്റെ ആ ഒരു പാർട്ടീൻ്റെ ഒരു പോസ്റ്ററാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡാണ് ഈ ഒരു കാണുന്നത്. ഇവിടെ മുന്നിൽ കാണുന്നത് ഷെയർ വണ്ടികളാണ്, ടാക്സി. ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഒരു 10-12 ആൾക്കാർക്കെങ്കിലും ഒരൊറ്റ വണ്ടിയിൽ കയറി പോകാൻ പറ്റും. ഷെയർ ഓട്ടോ. ഈ വണ്ടി ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇത്ര ആൾക്കാർ കയറിയിരിക്കാം. നല്ല രസമാണ്. ഈ ഒരു ബസ് ആ ഒരു ബസ് സ്റ്റാൻഡിലോട്ടാണ് കയറുന്നത്. നല്ല ഹോണടിയല്ലേ? ഈ ഒരു ഹോണടി നമ്മുടെ നാട്ടിൽ വരൂല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധവും. ഇതാണ് ബസ് സ്റ്റാൻഡ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഉച്ച സമയത്താണല്ലോ. ഇതൊക്കെ ലോക്കൽ സർവീസാണെന്ന് തോന്നല്ലേ? അപ്പുറത്തേക്കും ഉണ്ട്, എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. തഞ്ചാവൂർ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് കൂടി ഉണ്ട്. അതിവിടെ അല്ല, അത് ഇവിടുന്ന് 5 കിലോമീറ്റർ പോകാനുണ്ട്. ഇത് പഴയ ബസ് സ്റ്റാൻഡാണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് ഈ ഒരു ബസ്സാണ്, ഈശ്വരി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ്. ഈ ബസ്സിൻ്റെ ഒക്കെ ലിവറി കണ്ടതാ, അടിപൊളിയല്ലേ? പാട്ടൊക്കെ വെച്ച് അതുപോലെ തന്നെ സെറ്റപ്പ്. ഇത്രയും നേരം ഞങ്ങൾ ഈ ഒരു ചുട്ടു പൊള്ളുന്ന വെയിലത്താണ് വന്നത്. തമിഴ്നാട്ടിലെ വെയിലിൻ്റെ കാടിനെ പറയുന്നില്ല കേട്ടാ, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മധുരയിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. സമയം കറക്റ്റ് 12 മണിയായി. ഞങ്ങൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് വെജ് ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പരിപ്പ് വടയുണ്ട്, അതുപോലെ തന്നെ സാലഡും കൂടെ ഉണ്ട്. ഇതിന് 70 രൂപയാണ് ഒരു പ്ലേറ്റിനായത്. കഴിച്ചോ മതി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അവിടെ ബോർഡിൽ കണ്ടത് 70 രൂപ എന്നാണ്. അതുകൊണ്ടാണ് ബിരിയാണീൻ്റെ പ്രൈസ് 70 പറഞ്ഞത്. പക്ഷേ 70 അല്ല, 50 രൂപയുള്ളൂ. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നു മധുരയിലേക്ക്. ടിക്കറ്റ് ഓൾറെഡി നേരത്തെ തന്നെ എടുത്തു. ഈ ട്രെയിൻ വരുന്നത് മയിലാടുതുറയിൽ നിന്ന് സെങ്കോട്ടയിലേക്കാണ്. അപ്പോൾ ഫുൾ അൺറിസർവ്ഡ് കൊച്ചിലെ വണ്ടിയാണ്. സീറ്റൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? സീറ്റ് കിട്ടും. 1.25 ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് തഞ്ചാവൂരിൽ നിന്ന് മധുര വരെ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് വന്നാൽ 85 രൂപയാണ്. തഞ്ചാവൂർ ജംഗ്ഷൻ, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് TJ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ IRCTCൻ്റെ റിട്ടയർ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അതുള്ളത് ആ ഒരു ഭാഗത്താണ്. 1:15 ഇവിടെ എത്തേണ്ട ട്രെയിനാണ്. 1:33 ഇപ്പം, കുറച്ച് ഡിലേ ആണ്. മുഴുവനും അൺറിസർവ്ഡ് കോച്ചുള്ള വണ്ടിയാണല്ലേ, തിരക്കുണ്ടാവാന്ന് അറിയില്ല.
നല്ല തിരക്കുണ്ട്. വിൻഡോ സീറ്റൊന്നും കിട്ടൂല, ഏതെങ്കിലും ഭാഗത്ത് കിട്ടിയാലായി. നോക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ചാടി കയറി നമുക്ക് ഈ ഒരു ഭാഗത്തെ സീറ്റ് തന്നെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ നവി? ഭാഗ്യം, സീറ്റ് കിട്ടി. പിന്നെ വേറെ കാര്യമുണ്ട്, പോവാണ്ടോ ഏകദേശം എനിക്കൊന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തും. ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു രക്ഷയില്ല. ഇനിയിപ്പം ഞങ്ങൾ അധികം ജനറൽ ആയതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെയുള്ള കാഴ്ചകൾ കാണാം. ട്രെയിൻ ഇപ്പോൾ ബുദലൂർ എന്നുള്ള ഒരു സ്റ്റേഷൻ കഴിഞ്ഞതേ ഉള്ളേ. അതിനുശേഷം കാണുന്നത് ഇങ്ങനെയാണ്, മുഴുവനും പച്ചപ്പ്, കൃഷിപ്പാടങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തമിഴ്നാട്ടിലൂടെ ഈ സമയത്തൊക്കെ ഒരു 11 മണിക്ക് ശേഷം വൈകുന്നേരം 4 മണി വരെ പുറത്തൊന്നും ഇറങ്ങി നടക്കാനേ പറ്റില്ല. കാരണം അത്രയും ചൂടാണ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അങ്ങ് അവിടെയാണ്. ഇനി ഒരു വളവത്രമുണ്ട്, ഇങ്ങനെ ഇവിടെ നിന്ന് വളഞ്ഞു പോകും. നല്ല രസമാണ് ഈ ഒരു വളമൊക്കെ കാണാൻ വേണ്ടി. സമയം 2:35 തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. ഇവിടെ നമ്മുടെ ട്രെയിന് 5 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഇനി ഇവിടുന്ന് ഇപ്പം മധുരയിലേക്കൊക്കെ പോകേണ്ടവർക്ക് കയറാമല്ലോ. നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വന്നത്. ഇവിടുന്ന് കയറുവാണെങ്കിൽ ചിലപ്പോൾ സീറ്റൊന്നും കിട്ടൂല, നല്ല തിരക്കുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് TPJ എന്നാണ്. പിന്നെ ഇവിടെ തന്നെ ഡോർമെട്രി ഉണ്ട്, സ്യൂട്ട് റൂം ഉണ്ട്, ഡിലക്സ് റൂമൊക്കെ ഉണ്ട്, നമ്മുടെ റിട്ടയർ റൂം. അവിടെയൊക്കെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ചാനലുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് ഉള്ളത്. ഒന്ന് മലൈക്കോട്ടെ, റോക്ക് ഫോർട്ട്. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ബസ് കിട്ടും. ഒരു 10-15 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ശ്രീരംഗത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ തന്നെ ഇറങ്ങണമെന്നില്ല. ശ്രീരംഗം വേറെ റെയിൽവേ സ്റ്റേഷനുണ്ട്, അത് ചെന്നൈയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ ആ ശ്രീരംഗത്തേക്ക് പോകുന്ന ബസ്സും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഈ ഒരു മധുര റൂട്ടിൽ ഒരുപാട് മലനിരകളുണ്ട്. നല്ലൊരു ട്രെയിൻ റൂട്ടാണ്. തൊട്ട് മുന്നിൽ തന്നെ ഇതാ വലിയൊരു മല. ഡിണ്ടിഗൽ ജംഗ്ഷൻ. സമയം കറക്റ്റ് 4 മണിയായി. ഈ ഡിണ്ടിഗൽ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് പഴനിയിലേക്കൊരു ലൈൻ പോകുന്നു. നമ്മുടെ അമൃത എക്സ്പ്രസ് ഒക്കെ പോകുന്നത് ആ ഒരു വഴിയാണ്. ഇങ്ങനെ പഴനി വഴി നേരെ പൊള്ളാച്ചി, പാലക്കാട് ടൗൺ അങ്ങനെ പോകും. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ്. സമയം 4 മണിയായി. ഒരു കാപ്പി കുടിക്കാമെന്ന് കരുതി. ചില റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാപ്പിയൊക്കെ വാങ്ങിച്ചാൽ അര ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ. ഇവിടെ നല്ല ഉണ്ട് കേട്ടോ. ഇത് പിടിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടായിട്ട്. ഇന്ത്യയിൽ നിന്ന് വണ്ടി എടുത്ത് 10 രൂപയാണ് കേട്ടോ ഒരു കാപ്പിക്കായത്. സമയം ഇപ്പം 4:22. കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കൊടൈക്കനാൽ ഹിൽസ് 80 കിലോമീറ്റർ ബൈ റോഡ്. അതായത് ഇവിടെ നിന്ന് 80 കിലോമീറ്ററാണ് കൊടൈക്കനാലിലേക്കുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു സ്റ്റേഷൻ്റെ പേര് കൊടൈക്കനാൽ റോഡ് എന്നാണ്, അടുത്തൊന്നല്ല കേട്ടോ. അതായത് നിലമ്പൂർ റോഡ് പറഞ്ഞാൽ നിലമ്പൂർ റൂട്ടാണ് ഒരു 5 കിലോമീറ്ററെല്ലാം പോകാനുള്ളൂ. അപ്പം കൊടൈക്കനാൽ റോഡ് പറഞ്ഞാൽ കൊടൈക്കനാൽ അത്ര അടുത്തൊന്നുമല്ല. 80 കിലോമീറ്റർ പോകണമെങ്കിൽ 2.5 മണിക്കൂർ അത്രയും സമയം എടുക്കും.
തമിഴ്നാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട റിവറുകളിൽ ഒന്നാണ് വൈഗൈ. മധുരയുടെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന ഒരു റിവറാണിത്. വൈഗൈ റിവറിലൊക്കെ വെള്ളം കുറവാണ്. അതിലൂടെയാണ് റോഡ് പോകുന്നത്. രാത്രിക്ക് നല്ല ലൈറ്റിംഗ് ആണ്. തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളി ഇന്റർസിറ്റി എക്സ്പ്രസ്. കൊടൈക്കനാൽ റോഡിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമൃത എക്സ്പ്രസ് ഒക്കെ പോയത് ഈ ഒരു ഭാഗം വഴിയാണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് വഴി. ശരിക്കും നമ്മുടെ ഇപ്പം നമ്മുടെ ട്രെയിൻ പോകുന്ന ഭാഗം വഴിയാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടത്. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തിൽ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ്. വലത് വഴി പോകേണ്ട ട്രെയിനെല്ലാം ഇടത് വഴി പോകും, ഇടത് വഴി പോകേണ്ട ട്രെയിനെല്ലാം വലത് വഴി പോകും. പലപ്പോഴും ഇതുവഴി വരുമ്പം ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, അതെന്താ ഇതിലൂടെ ഈ ഒരു ട്രാക്ക് വഴി ഇങ്ങനെ ട്രെയിൻ പോകുന്നത്. കുറച്ച് ഭാഗം വരെ ഉള്ളൂ കേട്ടോ. മധുര എത്തി. തഞ്ചാവൂരിൽ നിന്നും 206 കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിൻ ഇതാ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5:06 മധുരൈ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ വണ്ടി വന്നത് 2-ന്. ഇനി ഈ ട്രെയിൻ നേരെ സെങ്കോട്ടയിലേക്ക് പോകും. രാത്രി 8:45 നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടുന്ന്. മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കറണ്ട് ഇപ്പം ഇങ്ങനെയാണ്, കാരണം റെനോവേഷനാണ്. ഈ ഒരു ഭാഗത്താണ് റിട്ടയർ റൂംസ് ഒക്കെ ഉണ്ടായത്, ഡോർമെട്രി ഒക്കെ ഉണ്ടായത്. നല്ല അടിപൊളി ഡോർമെട്രി ഒക്കെ ആയിരുന്നു. ആ ഒരു ബിൽഡിങ്ങേ ഇപ്പോൾ അവിടെ ഇല്ല. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ ഭാഗങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വന്നിട്ട് കാണാം എങ്ങനെ എത്രത്തോളം അടിപൊളിയാവും ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പിളൊക്കെ വരുന്നത് ആ ഒരു സൈഡിലോട്ടാണ്. നമുക്കിനിപ്പോൾ ഇവിടുന്ന് മുറിയൊക്കെ എടുക്കാനുണ്ട്, റൂം എടുക്കാനുണ്ട്. ആ ഒരു ഭാഗത്ത് നോക്കിയിട്ട് തന്നെ എടുക്കാം. ഡബിൾ ബെഡ്റൂം ബാർഗെയിൻ ചെയ്തെടുക്കാം. റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. ഈ ഒരു ബസ്സൊക്കെ വരുന്ന കാണുന്നില്ല, ഇത് പെരിയാർ ബസ് സ്റ്റേഷനിൽ വരുന്ന വണ്ടികളാണ്. നമുക്ക് ടെമ്പിളിൻ്റെ അവിടത്തേക്ക് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നൊരു റോഡില്ലേ, അവിടുന്ന് ഇടത് ഭാഗത്തേക്ക് റോഡ് പോകുന്നുണ്ട്. ആദ്യം ഇത് ആ ഒരു ഭാഗത്ത് ആ ഒരു ഓട്ടോ പോകുന്ന ഭാഗമില്ലേ, അവിടത്തേക്കാണ് ക്ഷേത്രമില്ല. അത് നേരെ പോകുന്ന ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. റോഡ് മുറിച്ച് കടന്നു പോവാം. അങ്ങനെ നടന്ന് ഞങ്ങളിതാ ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് ടവർ ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് ഈ ഒരു ഭാഗം അല്ലാതെ മറ്റ് 3 ഭാഗം കൂടെ ഉണ്ട്. കൂടുതലും ഞങ്ങൾ ഈ ഒരു ടവർ വഴി തന്നെയാണ് പോകാറുള്ളത്. ഈ ഒരു വെസ്റ്റ് ടവർ വഴി അകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബാഗോ മൊബൈൽ ഫോണോ ഒന്നും തന്നെ അകത്തേക്ക് കയറ്റില്ല. ഒരുപാട് നല്ല കൊത്തുപണികളാണ് ഈ ഒരു ഇതിനുള്ളത്. ടവറിൻ്റെ മുഴുവനായി മുകൾ ഭാഗം വരെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ റൂം എടുക്കുന്നത് കേട്ടോ. ഈ ഒരു വലത് ഭാഗത്തേക്കുണ്ട്, ഇടത് ഭാഗത്തേക്കുണ്ട്. ഇതൊക്കെ ദർശനത്തിനുള്ള ക്യൂ ഉള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ലോഡ്ജസും അതുപോലെ തന്നെ റൂമുകളാണ്. ഞങ്ങളിവിടെ ഒരു റൂം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഡബിൾ ബെഡ്റൂമാണ്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു ഫാനുണ്ട്, അതുപോലെ തന്നെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഇവിടെ വരുന്നത്. വസന്ത് ലോഡ്ജ് എന്നാണ് ഇതിന്റെ പേര്. ബഡ്ജറ്റാണ്. നമുക്ക് 650 രൂപക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വെസ്റ്റ് ടവറിന്റെ മീനാക്ഷി അമ്മൻ ടെമ്പിളിന്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. അപ്പൊ അവിടെ തന്നെ ഒരുപാട് ലോഡ്ജ് ഉണ്ട്. അപ്പൊ അതിലൊന്നും നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ രാത്രി കിടക്കുമ്പോഴാണ് മിക്കവാറും മനസ്സിലാവും കൊതുകുണ്ടോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെന്താ പറയാ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് വേളാങ്കണ്ണി പള്ളീന്റെ അവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പിന്നെ ശേഷം നമ്മൾ തഞ്ചാവൂര് പോയി, ഇപ്പം നമ്മുടെ മധുരേന്റെ അടുത്ത്. ശരിക്കും പറഞ്ഞാൽ മധുര മീനാക്ഷി ടെമ്പിൾ ആയാലും തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ ആയാലും ഉണ്ടല്ലോ, ഈ പറഞ്ഞ നമ്മുടെ ഒരു ചരിത്രപരമായ ആ ഒരു നിർമ്മിതിയൊക്കെ കണ്ടാണ് എടുത്ത് പറയേണ്ടതാണ്. കാരണം തമിഴ്നാട് ക്ഷേത്രങ്ങൾക്ക് ആ ഒരു പ്രത്യേക ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കണം, രാത്രി കിടന്നുറങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ റൂം ഇപ്പം 6:50 ഞങ്ങൾ എടുത്തത് റൂം. ഇപ്പൊ നാളെ 6:50 24 മണിക്കൂറാണ് ഈ പറഞ്ഞ പൈസ കിട്ടിയത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്. കാരണം അല്ലെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 11 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യാം. അതെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.